അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിർളില്ലാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ റബീഉ മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ ചര്യ പിൻപറ്റുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് തങ്ങളോട് കൂടെ നമ്മെയും നമ്മിൽ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റബീഉ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വചനങ്ങൾ നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് പറയുന്നവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. തിന്മ ചെയ്ത ഉടനെ നിങ്ങൾ നന്മ ചെയ്യുക. അത് എന്തിനാണെന്നറിയാമോ? അത് തിന്മയെ മായ്ച്ച് കളയുന്നതാണ്. നിങ്ങൾ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക. നിങ്ങൾ സത്യം മുറുകെ പിടിക്കുക. കാരണം സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ സത്യസന്ധനായി രേഖപ്പെടുത്തുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ റബീഉ മാസത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുക. അവിടത്തേക്ക് സലാത്തും സലാമുകളും ചൊല്ലുക. അവിടുത്തെ അപദാനങ്ങളൊക്കെ പുകഴ്ത്തി പറയുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ സ്വലാത്തുകളൊക്കെ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ചര്യ പിൻപറ്റുവാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.